നമസ്കാരം. 2026 മാർച്ച് മാസത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. കാര്യമായിട്ടുള്ള ഓഫേഴ്സ് ഒന്നും വാഹന നിർമ്മാതാക്കൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്ലൈ തന്നെ വളരെ കുറവായിരുന്നു. ഇത് തന്നെ അത് സെയിൽസിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ഫെബ്രുവരി മാസം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റ ബ്രാൻഡുകളെ 1 മുതൽ 10 വരെ നമ്മൾ വിറ്റ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 10ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് റെനോ ആണ്. അപ്പോൾ റെനോയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു വാഹനം റെനോയുടെ ഡസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു. വാഹനങ്ങളൊക്കെ ഷോറൂമിലേക്ക് എത്തിത്തുടങ്ങി. മാർച്ച് 17-ാം തീയതി ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ സെയിൽസിന് വേണ്ടി അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ റെനോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിലാണ്, അതായത് ഡസ്റ്ററിലാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇനി അങ്ങോട്ട് സെയിൽസ് നമ്പർ ഉയരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. ഈ ഒരു മിഡ് സൈസ് SUV കാറ്റഗറിയിൽ നല്ലൊരു പ്രൈസിങ്ങിൽ ഈ ഒരു വാഹനം വന്നാൽ മാത്രമേ സക്സസ്ഫുൾ ആവുകയുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. 2026 ഫെബ്രുവരി മാസത്തിൽ 3495 യൂണിറ്റുകളാണ് മൊത്തത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ എല്ലാ മോഡലും കൂടെ ചേർത്തിട്ട് 3495 യൂണിറ്റുകളാണ് വിൽക്കാൻ കഴിഞ്ഞത്. പക്ഷേ ജനുവരി മാസം കുറച്ച് അധികം കൂടെ വിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. 3715 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 9ാമത്തെ സ്ഥാനത്തുള്ള JSW MG മോട്ടോഴ്സ് വിൻസർ എന്ന് പറയുന്നൊരു വാഹനത്തിൻ്റെ സെയിൽ നമ്പർ കൊണ്ട് തന്നെ ഇവർക്ക് കാര്യമായിട്ടുള്ള തട്ടുകേടുകളില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പം കോമറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അതിൽ നിന്നൊക്കെ അകന്നു കഴിഞ്ഞു. കാരണം പ്രാക്ടിക്കലി ആ ഒരു വാഹനം A എന്ന പോയിന്റിൽ നിന്നും B എന്ന പോയിന്റിലേക്ക് പോവുക, തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് വരിക, അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ സാധാരണഗതിയിൽ സിറ്റി പർപ്പസ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ ഒരു വാഹനം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കാര്യമായിട്ടുള്ള ചേഞ്ചോടുകൂടി വാഹനങ്ങൾ വന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് MGക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ബൗജിങ്ങിൻ്റെയും വൂളിങ്ങിൻ്റെയൊക്കെ വാഹനങ്ങൾ അതേപടി എടുത്ത് സസ്പെൻഷനിൽ കുറച്ച് വ്യത്യാസം വരുത്തി ഇന്ത്യൻ സാഹചര്യത്തിന് അനുകൂലമാക്കിയിട്ട് റീബാഡ് ചെയ്ത് വിൽക്കുന്ന പരിപാടി ഇനി നടക്കുമോ എന്നറിയില്ല. ഈ ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള കാര്യമൊക്കെ നല്ല രീതിക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളൊരു കാര്യവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ 2026 ഫെബ്രുവരി മാസത്തിൽ 4957 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. 5000 യൂണിറ്റ് പോലും മൊത്തം നമ്പർ ആയില്ല എന്നുള്ളതാണ്. വിവിധ മോഡലുകളെല്ലാം കൂടെ ചേർത്തിട്ട് 4957 യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ജനുവരി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സെയിൽ നമ്പർ ഉയർന്നു. ജനുവരിയിൽ അത് 4843 ആയിരുന്നെങ്കിൽ ഫെബ്രുവരി ആയപ്പോഴത്തേക്കും 4957 ഉയർന്നു. വളരെ മാർജിനൽ ആയിട്ടുള്ളൊരു വ്യത്യാസം മാത്രമാണ് ഇവിടെയുള്ളൂ. എന്നാൽ 8ാം സ്ഥാനത്തുള്ള ഹോണ്ടയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ CNG കിറ്റ് ഫാക്ടറിയിൽ നിന്നല്ലാതെ ഷോറൂമിൽ നിന്നും, അതെടുത്ത് പറയണം, ഫാക്ടറിയിൽ നിന്നല്ല ഷോറൂമിൽ നിന്ന് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്ലാൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫാക്ടറി ഫിറ്റഡ് CNG കിറ്റും ഷോറൂമിൽ നിന്ന് ഫിറ്റ് ചെയ്യുന്നത് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒരു വാഹനം പ്ലാന്റിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടറിയിൽ നിന്നും ഇൻബിൽട്ട് ആയിട്ട് CNG ആയിട്ട് വരുന്നത്, അത് മാത്രമല്ല ആഫ്റ്റർ മാർക്കറ്റ് CNG വെക്കുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിപ്പോൾ ഷോറൂമിലാണെന്നുണ്ടെങ്കിലും അതല്ല വെളിയിലുള്ളൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ CNG കിറ്റ് ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സെയിം അവസ്ഥ തന്നെയാണ്. പക്ഷേ അത് കാര്യമായിട്ട് സെയിൽ നമ്പറിനെ ഇൻക്രീസ് ചെയ്യാൻ കാരണമാക്കി. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനുവരിയിൽ 6193 യൂണിറ്റുകളാണ് വിറ്റതെങ്കിൽ ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് അത് കുറഞ്ഞു. 5629 യൂണിറ്റായിട്ട് കുറഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. ഹോണ്ട സിറ്റി ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞാൽ മികച്ച വാഹനമാണ്. 4 സിലിണ്ടർ ഹൈബ്രിഡ് വാഹനമാണ്. സാധാരണഗതിയിൽ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഉള്ള സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സിലിണ്ടർ ഹൈബ്രിഡാണ്. ഇവിടെ സ്ട്രോങ് ഹൈബ്രിഡ് ഹോണ്ട സിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് 4 സിലിണ്ടറാണ്. എന്നിട്ട് പോലും എനിക്ക് തോന്നുന്നു ഈ ഒരു ബോഡി സ്റ്റൈൽ, അതായത് സെഡാൻ വാഹനങ്ങളോടുള്ള ആളുകളുടെ താല്പര്യക്കുറവും, ഹൈബ്രിഡിന് ടാക്സ് ബെനിഫിറ്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ, നല്ല രീതിക്ക് കോസ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല ഈ ഒരു പ്രൈസിൽ SUV വാഹനങ്ങൾ ലഭിക്കുമ്പോൾ ആളുകൾ അതിലേക്ക് പോകും. ഇനി 7ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് സ്കോഡയാണ്. സ്കോഡയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 10.8% വർധനവ് അവർക്കുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ കുഷാക്ക് ആണെന്നുണ്ടെങ്കിലും നല്ലൊരു അപ്ഡേഷൻ ലഭിച്ചു കഴിഞ്ഞു. സ്ലാവിക്ക് അപ്ഡേഷൻ ലഭിക്കാൻ പോവുകയാണ്. ജനുവരി മാസത്തിൽ 5739 യൂണിറ്റുകൾ അവർക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഫെബ്രുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും 6361 യൂണിറ്റായിട്ട് ഉയർന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ 6ാം സ്ഥാനത്തുള്ള വാഹന നിർമ്മാണ കമ്പനിയും ഈ പറഞ്ഞ 10 മുതൽ 7 വരെയുള്ള
സ്ഥാനത്തുള്ള വാഹന നിർമ്മാണ കമ്പനികളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ 7ാം സ്ഥാനത്തുള്ള വാഹന നിർമ്മാണ കമ്പനിയായ സ്കോഡയേക്കാൾ 3 മടങ്ങ് വർധനവാണ് ഇനിയുള്ള ഈ പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ സെയിലിലേക്ക് നോക്കുമ്പോഴത്തേക്കും കിയയാണ്. കിയയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി മാസം 27,603 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. ഫെബ്രുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഏകദേശം സെയിം തന്നെയാണ്, 27,610 യൂണിറ്റുകളായിട്ട് ഉയർന്നു. വെറും 7 യൂണിറ്റിൻ്റെ വർധനവ് മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയയുടെ സിറോസിൻ്റെ EV വരാൻ പോകുന്നുണ്ട്. അതല്ല, ഇപ്പോൾ അവരുടെ വാഹനങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ മാറിയിട്ടുണ്ട്. ഓപ്പോസിറ്റ്സ് യുണൈറ്റ്സ് എന്ന് പറയുന്ന തീമിൽ വരുന്ന വാഹനങ്ങൾ അവർക്കുണ്ട്. അത് ഡിസൈൻ ലാംഗ്വേജിൻ്റെ ഒരു തീമാണ്. ഇപ്പോൾ വരുന്ന നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയയുടെ സെൽറ്റോസിൻ്റെയൊക്കെ മുഖഭാവമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇനി അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കിയ നല്ല രീതിക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പുതിയ പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് കിയയുടെ സിറോസിൻ്റെ ഇലക്ട്രിക് തന്നെയാണ്. പക്ഷേ 5ാം സ്ഥാനത്തേക്ക് മാരുതി സുസുക്കിയുടെ വാഹനങ്ങളെ വാങ്ങിച്ച് റീബാഡ് ചെയ്ത് വിൽക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി എന്നുള്ള രീതിക്ക് അത്യാവശ്യം സെയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ടൊയോട്ട. മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബലീനോയെ ഈ ഗ്ലാൻസ എന്നുള്ള പേരിൽ ടൊയോട്ട റീബാഡ് ചെയ്ത് വിൽക്കുന്നുണ്ട്. റൂമിയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടൊയോട്ടയുടെ ബാഡ്ജിങ്ങിൽ വരുന്ന എർട്ടിക തന്നെയാണ്. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും പല ആളുകളും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്, അറിയാവുന്നവർക്കറിയാം, എന്നാൽ അറിയാൻ പാടില്ലാത്ത ആളുകൾ വിചാരിക്കുന്നത് ഇതൊക്കെ ടൊയോട്ടയുടെ വാഹനമാണ് എന്നുള്ള ധാരണയാണ്. ഇപ്പം ഹൈറൈഡർ എന്ന് പറയുന്ന വാഹനം അത് സ്ട്രോങ് ഹൈബ്രിഡ് അല്ല, നോർമലി 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ എഞ്ചിനുള്ള ആ ഒരു വേർഷൻ അത് മാരുതി സുസുക്കിയുടെ വാഹനം തന്നെയാണ്. പക്ഷേ തിരിച്ചു വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ തിരിച്ചു വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം ടൊയോട്ട നിർമ്മിച്ച് മാരുതിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പം ഫ്രോങ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് റീബാഡ് ചെയ്ത് ടൊയോട്ട വിൽക്കുന്നത് ക്രൂയിസർ ടൈസർ എന്നുള്ള പേരിലാണ്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ 30,737 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനുവരിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സെയിം തന്നെയാണ്, 30,630 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനകത്ത് ഹൈക്രോസ് ഉണ്ട്, അതുമാത്രമല്ല ഹൈറൈഡർ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്. ഇതെല്ലാം നമ്മൾ വിസ്മരിക്കുന്നില്ല. പക്ഷേ 4ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ഒരു വാഹന നിർമ്മാണ കമ്പനി യഥാർത്ഥത്തിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്. ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെ കടുത്ത ആക്രമണം കൊണ്ട് താഴെ പോയൊരു വാഹന നിർമ്മാണ കമ്പനിയാണ് ഹ്യുണ്ടായി. ഹ്യുണ്ടായുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ക്രെറ്റയും അത് മാത്രമല്ല വെന്യൂവും കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ക്രെറ്റയ്ക്ക് അത്യാവശ്യം ഒരു 17,000-18,000 ആവറേജ് സെയിൽ മന്ത്ലി ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇലക്ട്രിക്കിൽ ആ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇപ്പോൾ പെട്രോൾ അത് മാത്രമല്ല ഡീസലിൽ അവൈലബിൾ ആണ്. നാച്ചുറൽ ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ 1.5 MP എഞ്ചിനിലും ആ ഒരു വാഹനം അവൈലബിൾ ആണ്. പക്ഷേ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാഹനം ക്രെറ്റയിൽ നിന്നാണ് കൂടുതൽ സെയിൽ അവർക്ക് ലഭിക്കുന്നത്. ഹ്യുണ്ടായുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി മാസം 59,107 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ സെയിൽ നമ്പർ കൂടി എന്നുള്ളതാണ്. അത് വെന്യൂ കൊണ്ട് മാത്രമാണ് ആ സെയിൽ നമ്പർ കൂടിയത്. അത് ഫെബ്രുവരി മാസത്തിലേക്ക് വന്നപ്പോഴത്തേക്കും 52,407 യൂണിറ്റുകളായിട്ട് സെയിൽ കുറഞ്ഞു എന്നുള്ളത്. പക്ഷേ 2ാം സ്ഥാനത്ത് കിടന്നൊരു വാഹന നിർമ്മാണ കമ്പനിയാണ് ഇപ്പോൾ ഒറ്റയടിക്ക് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. അവരെ പിന്തള്ളിയ വാഹനങ്ങളിൽ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വാഹന നിർമ്മാണ കമ്പനികളിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് 3ാം സ്ഥാനത്തേക്ക് വന്നത്. അത് മഹീന്ദ്രയാണ്. SUV വാഹനങ്ങൾ നിർമ്മിച്ച് ഇന്ത്യക്കാർക്ക് സസ്പെൻഷൻ മികവിൽ, അല്ലെങ്കിൽ സസ്പെൻഷനിൽ കാര്യമായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി, പുതിയ ടെക്നോളജി കൊണ്ടുവരുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി, ഒരു ഇലക്ട്രിക് വാഹനം എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് മഹീന്ദ്ര. മഹീന്ദ്രയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി മാസം 63,510 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. എന്നാൽ ഫെബ്രുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും സെയിൽ നമ്പർ കുറഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. 60,018 യൂണിറ്റുകൾ മാത്രമാണ് 2026 ഫെബ്രുവരി മാസം ഇവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി 2ാം സ്ഥാനത്തേക്ക് ടാറ്റയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2ാം സ്ഥാനത്തിരുന്ന ഹ്യുണ്ടായി ഒറ്റയടിക്ക് 4ാം സ്ഥാനത്തേക്ക് മറിച്ചിട്ട 2 കമ്പനികളാണ് മഹീന്ദ്രയും ടാറ്റയും. അപ്പോൾ ടാറ്റയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മികച്ച വാഹനങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. സർവീസും കൂടെ ഒന്ന് നന്നാക്കിയാൽ ഇനിയും അവർക്ക് മുമ്പോട്ട് പോകാം. 2026 ഫെബ്രുവരി മാസം 62,329 യൂണിറ്റുകൾ അവർക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞു. ജനുവരിയിൽ സെയിൽ നമ്പർ കൂടിയിരുന്നു, 70,222 യൂണിറ്റുകളായിട്ട് ഉയർന്നിരുന്നു. ഇനി 1ാം സ്ഥാനത്തുള്ള വാഹന നിർമ്മാണ കമ്പനി ഒരു സംശയവും വേണ്ട, മാരുതി സുസുക്കി തന്നെയാണ്. മാരുതി സുസുക്കിയുടെ മാർക്കറ്റ് ഷെയർ 50% ഏകദേശം ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് വരെ. ഇപ്പോൾ അത് 43% കുറഞ്ഞു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെ അതിഭീകരമായിട്ടുള്ളൊരു വളർച്ച കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ മാരുതി സുസുക്കിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2026 ജനുവരി മാസം 1,74,529 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻട്രി സെഗ്മെൻ്റ് എല്ലാം പിടിച്ചു വെച്ചിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ വാഹനങ്ങളാണ്. ഓൾട്ടോ K10, സെലേറിയോ, ഇഗ്നിസ്,
വാഗണാർ, അതുമാത്രമല്ല സ്വിഫ്റ്റ്, ഡിസയർ, അങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു എൻട്രി സെഗ്മെൻറ്റ് മൊത്തത്തിൽ മാരുതി സുസുക്കിയുടെ കയ്യിൽ തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ടാക്സി പർപ്പസിനൊക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട്. CNG അവർക്ക് ഒരുപാടുണ്ട്, CNG മോഡൽസ് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് സെയിൽ നമ്പർ ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ ഫെബ്രുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ 1,74,529 യൂണിറ്റുകൾ ജനുവരിയിൽ വിറ്റെങ്കിൽ ഫെബ്രുവരിയിൽ അത് 1,61,000 കുറഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.